വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മാഹാത്മ്യം. ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മഹത്വം. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലവും അവസാനിപ്പിക്കുക. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. മനുഷ്യൻ്റെ ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല എന്നതാണ് സത്യം. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. സ്നേഹം എത്ര കൊടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി തിരികെ കിട്ടും എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അളവിൽ കവിഞ്ഞ് ആർക്ക് കൊടുത്താലും തിരികെ കിട്ടുന്നത് അതിരറ്റ വേദനയാണ്. മാത്രമല്ല അത് കൊടുക്കും തോറും അതിൻ്റെ മൂല്യം കുറയുകയും ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ കൂടുതൽ നിരാശയിലേക്ക് നയിക്കും. നിങ്ങളുടെ സാഹചര്യം മറ്റുള്ളവർക്ക് തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തും വരെ. രൂപം കൊണ്ട് ആരെയും വിലയിരുത്തരുത്. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായിട്ട് വന്നു ചേരുന്നത്. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. ഇന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്താണോ അത് നാളെ നിങ്ങളെ ശക്തനാക്കും. പ്രതീക്ഷിച്ചതൊന്നും നടക്കാതെ വരുമ്പോൾ വിഷമിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിലും കഴിയുന്നതും വേഗത്തിൽ വിഷമഘട്ടങ്ങളിൽ നിന്ന് മുക്തരാവാൻ ശ്രമിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതിലും മികച്ചത് ദൈവം നിങ്ങൾക്കായിട്ട് കരുതി വച്ചിട്ടുണ്ടാകും. ചിലരുടെ വാക്കുകളും പ്രവൃത്തികളും നമുക്കിഷ്ടമല്ലെങ്കിലും ഇഷ്ടക്കേട് കാണിക്കാതെ മറുത്തൊന്നും പറയാതെയും ഇരിക്കുന്നതാണ് സമാധാനത്തിലുള്ള ജീവിതത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്ന്. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുന്നിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ്. കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവുമില്ല. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം കുറെ കൂടി സുന്ദരമായി തീരും.